പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഗോൾഡൻ ടിഷ്യൂവിലുള്ള ഒരു സാരിയാണിത്. ഇതിൽ ബോർഡറിൽ ഇങ്ങനെ ഒരു ലാവണ്ടർ ഷെയ്ഡിൽ ഉള്ളൊരു ഡിസൈൻ, ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നു. സൈഡ് സ്കാലപ്പ് ചെയ്തിരിക്കുന്നു. ബോഡി ഫുള്ള് എംബ്രോയ്ഡറി വർക്ക്, അതുപോലെ ഹാഫായിട്ടും അതിൻ്റെ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെ വരുന്നു. സൈഡൊക്കെ സ്കാലപ്പ് ചെയ്ത് വളരെ സോഫ്റ്റായിട്ടുള്ള ടിഷ്യൂ മെറ്റീരിയലിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. നമുക്ക് ബാപ്റ്റിസത്തിനോ ഹോളി കമ്മ്യൂണിയൻ അതുപോലെ മധുരമപ്പ് ഇങ്ങനെ ഏത് ആഘോഷങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ നല്ലൊരു സാരിയാണ്. അതുപോലെ സോഫ്റ്റ് ടിഷ്യൂവിലുമാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അതുപോലെ വേറൊരു മോഡൽ, അപ്പം റേറ്റിൽ ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ പല കളേഴ്സ്, പിന്നെ മറ്റൊരു ഷെയ്ഡ്, അങ്ങനെ ഷെയ്ഡെല്ലാം ഈ ഗോൾഡൻ ടിഷ്യൂവിലാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിൽ 3 ടൈപ്സിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ തന്നെ മറ്റൊരു കളറാണ്. കളറിൽ മാത്രമേ മാറ്റുള്ളൂ, അതായത് ഈ ഫ്ലവറിൻ്റെ കളറിൽ. ബാക്കി ബോഡി പാർട്ടെല്ലാം സെയിം തന്നെ, ആ വർക്കുകളും സെയിം തന്നെ. ഗോൾഡൻ ടിഷ്യൂവിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഇതിൻ്റെ ഫ്ലവേഴ്സിലുള്ള ഷെയ്ഡ് മാത്രം. ഇതൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് ഹാഫായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. നമുക്കിത് 1 ലെയറായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇവിടെ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്ന കാരണം അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് തോന്നിക്കില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വരുന്നു. ഇതാണ് ഡിസൈൻ. നല്ലൊരു പീച്ച് ഷെയ്ഡിൽ. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ വരുന്നത് ഫുള്ള്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഗോൾഡൻ ടിഷ്യൂവിൽ തന്നെ. റേറ്റ് വരുന്നത് 2680. ഇതും അതിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവറിലാട്ടോ. ഫ്ലവറിൽ ഒരു ലെമൺ യെല്ലോ, ഡാർക്ക് യെല്ലോ, അങ്ങനെ 2 ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് ഓൾ ഓവർ വരിക. ഇങ്ങനെ പല്ലുവും വരുന്നു. ഫ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരിക. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും ഡിസൈനും വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇത് മറ്റൊരു ഡിസൈൻ എല്ലാം സെയിം ആട്ടോ. ഇതിൻ്റെ ഈ കളറിൽ മാത്രം മാറ്റം വരുന്നുള്ളൂ, വേറെ ഒന്നും മാറ്റം വരുന്നില്ല. ഇങ്ങനെയാണ്. ഇതൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഫുള്ള് വരിക. വേറെ മാറ്റങ്ങളൊന്നുമില്ല. വിത്ത് ബ്ലൗസ്, ബ്ലൗസ് പീസിൽ നിറയെ ഡിസൈൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ. നല്ലൊരു മെറ്റീരിയലിലാണ്. യാതൊരു കംപ്ലൈൻ്റ് ഇല്ലാത്തൊരു മെറ്റീരിയലാണിത്. ഫുള്ളായിട്ടും ബോഡി പാർട്ടിൽ എംബ്രോയ്ഡറി വർക്ക്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ. റേറ്റ് 2680. ഇതാണ് ഇതിൻ്റെയും ബോഡി പാർട്ട് വരിക. ഡിസൈനിൽ ബ്ലൂവിൻ്റെ മറ്റൊരു ഷെയ്ഡാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ബോഡി പാർട്ടിൽ ഇത് ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഫ്ലവേഴ്സിൻ്റെ എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന ഡിസൈൻ. വിത്ത് ബ്ലൗസ്, ബ്ലൗസ് പീസിൽ നിറയെ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. റേറ്റ് 2680. ഇതും ഗോൾഡൻ ടിഷ്യൂവിൽ മറ്റൊരു ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ക്രോസ് സ്റ്റിച്ചാണ് ഇതിൽ ഫുള്ള് വന്നിരിക്കുന്നത്. ഗോൾഡൻ ടിഷ്യൂ, അതിൽ ക്രോസ് സ്റ്റിച്ചിലാണ് ഇത് ഫുള്ള് വർക്ക് വന്നിരിക്കുന്നത്. പീച്ച്, ലൈറ്റ് പീച്ച് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സും അതുപോലെ ഒരു പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ്, അതുപോലെ ബ്ലൂയിഷ് ഗ്രേ, അങ്ങനെയുള്ള കളർ പാറ്റേണിലും കൂടിയാണ് ഇതിൽ ഡിസൈൻ വരുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള ടിഷ്യൂവിലാണ് വരുന്നത്. സൈഡ് ഒരു സ്കാലപ്പ് വർക്കും കൂടെ വരുന്നുണ്ട്.
ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് തന്നെ ആ ക്രോസ് സ്റ്റിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിനായിട്ടാണ് വരുന്നത്. ഇതിലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇതിൽ വരുന്ന ആ ക്രോസ് സ്റ്റിച്ച് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഓൾ ഓവർ വരിക. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് കോമ്പിനേഷനിൽ ഇങ്ങനെയാണ് വരിക. സൈഡിൽ സ്കാലപ്പ് വർക്കും വരുന്നുണ്ട്. പിന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഹാഫായിട്ട് തന്നെ ആ ക്രോസ് സ്റ്റിച്ച് വന്നിരിക്കുന്നു. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. ഇങ്ങനെയാണ് പല്ലു വരിക വിത്ത് ബ്ലൗസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2265 ആണ്. ഇതിൽ ലാവണ്ടർ ഷെയ്ഡിലാണ് ഇതിൻ്റെ ക്രോസ് സ്റ്റിച്ച് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഓൾ ഓവർ വരിക. സൈഡിൽ ഒരു സ്കാലപ്പ് വർക്കും കൂടെ വരുന്നുണ്ട്. ആ ഫ്ലവറിൻ്റെ കളർ ഏതാണോ അതിനോട് അനുബന്ധിച്ചുള്ള സ്കാലപ്പ് വർക്കാണ് ഇതിൻ്റെ സൈഡിൽ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് തന്നെ ആ വർക്ക് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇതിങ്ങനെ ഈ സ്കാലപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പീസ് ഇതിൽ വരും. ചിലതിൻ്റെ അത് വലിയ കുഴപ്പം വരില്ല, ചിലതൊരു സ്വല്പം ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു കംപ്ലൈൻ്റ് ആയിട്ടല്ല കേട്ടോ, കംപ്ലൈൻ്റ് ആയിട്ട് കാണല്ലേ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോളിൽ ഒന്ന് വിളിക്കുക, അങ്ങനെ കൺഫേം ചെയ്യുക. റേറ്റ് വരുന്നത് 2265 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിലെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ്. ഡാർക്ക് പീച്ച് ആൻഡ് ലൈറ്റ് പീച്ച് അതാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. അതുപോലെ ഒരു ഗ്രീൻ സ്റ്റെമ്മ് എല്ലാം വന്നിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. സൈഡിൽ ആ സ്കാലപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഇതിൽ വരുന്ന സ്കാലപ്പുകളും വരിക. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ട് തന്നെ ആ ക്രോസ് സ്റ്റിച്ച് വരുന്നു. ഇങ്ങനെയാണ് ഇതല്ലേ ഡിസൈൻ. പല്ലു വരിക വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടും വരുന്നു. റേറ്റ് വരുന്നത് 2265. ഇതാണ് മറ്റൊരു ഷെയ്ഡ്, ഒരു ലെമൺ യെല്ലോ ആൻഡ് ഡാർക്ക് യെല്ലോ ഷെയ്ഡിലാണ് ഇത് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. ക്രോസ് സ്റ്റിച്ചാണ് ഇത് ഫുള്ള് വരിക. അതുപോലെ ഹാഫായിട്ടും ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും ഈ സ്റ്റിച്ച്, ഈ ക്രോസ് സ്റ്റിച്ച് തന്നെ വരുന്നുണ്ട്. ലെമൺ യെല്ലോ ഷെയ്ഡിലുള്ളതാണ് ഡിസൈൻ വരിക. ഇങ്ങനെയാണ് പല്ലു വരിക. പല്ലുവിൻ്റെ സൈഡിൽ ഇതുണ്ടോ, ആ യെല്ലോ ഷെയ്ഡിൽ തന്നെയുള്ള സ്കാലപ്പ് വർക്ക്. എല്ലാ സാരികൾക്കും ആ സ്കാലപ്പ് വരുമ്പോൾ അതിലുള്ള ആ ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അതുപോലെ ഇങ്ങനെ പോന്നാൽ ഇതുണ്ടോ, ഈ പല്ലുവിലും സൈഡിലും ഇതേ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട്. ഫുള്ളായിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2265 ആണ്. ഇതും ഗോൾഡൻ ടിഷ്യൂവിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനൊരു പ്രത്യേകത എന്നാ ഉള്ളതെന്ന് വെച്ചാൽ ഇതിനൊരു ബോർഡറോടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് സാരിക്കൊക്കെ പകരമായിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതിലും എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ഇതിൽ വരുന്ന ആ കളർ ഡിസൈൻ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്താണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. അങ്ങനെ ഹാഫായിട്ടും വരുന്നു. ഒരു ബ്ലൂവിഷ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിലെ ആ ക്രോസ് സ്റ്റിച്ച് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ ബോർഡർ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2199 ആണ്. ഇതും ഗോൾഡൻ ടിഷ്യൂ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഈ ക്രോസ് സ്റ്റിച്ച് വന്നേക്കുന്നതിൻ്റെ ആ കളറിൽ മാത്രം മാറ്റമുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ, കളറിൽ മാത്രം. പിന്നെ ഇതിനൊരു ബോർഡറും വരുന്നുണ്ട്. ടാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞാൽ ഒരു സെറ്റ് സാരിക്കൊക്കെ പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഈ ഭാഗത്ത് ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും ആ ക്രോസ് സ്റ്റിച്ചും കൂടിയാണ് വരിക. ഇങ്ങനെയാണ് ഇത് പല്ലുവിൽ വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് സൈഡിൽ ഈ ബോർഡറുമായിട്ട് വരുന്നു.
റേറ്റ് വരുന്നത് 2199. ഇത് 1 ലെയറായിട്ടാട്ടോ ഇത് ഇട്ടിരിക്കുന്നത്. ഇത് ഇനിയിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണോ എന്നൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടും കൂടിയാണ്. കാരണം ഈ ബോഡി പാർട്ടിൽ ഇങ്ങനെ തിക്കായിട്ട് ഈ എംബ്രോയ്ഡറി വർക്കുകൾ വന്നേക്കണ കാരണം അതത്ര ഒരു പ്രോബ്ലം അല്ല. പല്ലു ഇങ്ങനെയാണ് വരിക. ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇതിലുള്ള ക്രോസ് സ്റ്റിച്ച് വരുന്നത്. അതുപോലെ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കുണ്ട്. സൈഡിൽ ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ വരിക. ഇങ്ങനെ വരുന്നത് ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ആ പിങ്ക് ഷെയ്ഡിലുള്ള ക്രോസ് സ്റ്റിച്ചും വരുന്നുണ്ട്. ഉണ്ടോ? ഇങ്ങനെയാണ് ഇതിൽ വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്, പക്ഷേ ഈ ബോർഡറും അതിൻ്റെ സൈഡിൽ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. റേറ്റ് വരുന്നത് 2199. ഇതും ഗോൾഡൻ ടിഷ്യൂവിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഡിസൈന് സ്വല്പം ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഡിസൈൻ അല്ല ഇത് ഒരു പീച്ച് ഷെയ്ഡിൽ അതുപോലെ ഒരു സ്റ്റെമ്മും എല്ലാം കൂടി ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ഇതിന് വരുന്നത്. ബോഡി പാർട്ടിൽ ഇങ്ങനെ തന്നെ ആ ഡിസൈൻ വരുന്നു. പിന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് തന്നെ ആ ക്രോസ് സ്റ്റിച്ചും എംബ്രോയ്ഡറി വർക്കും കൂടെ വരിക. അതുപോലെ ആ ബോർഡറും ഇങ്ങനെയാണ് ഇതിൽ വരുന്ന ഡിസൈൻ വരുന്നത്. ഒരു പീച്ച് ഷെയ്ഡിലാണ്. പിന്നെ ഈ ബോർഡറും വരുന്നു. ടാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് ബോർഡറുമായിട്ട് വരുന്നു. റേറ്റ് വരുന്നത് 2199. ഇതൊരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ ഇതിൻ്റെ ആ ക്രോസ് സ്റ്റിച്ച് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കോഫി ബ്രൗൺ അല്ല, ഒരു ഷെയ്ഡ് ആ ഫ്ലവറിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ടും ഇതിൽ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയലിലുമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഹാഫായിട്ടാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കും ക്രോസ് സ്റ്റിച്ചും വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. കണ്ടോ? ആ ഡിസൈൻ്റെ ആ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഒക്കെ ഉൾഭാഗം കണ്ടോ? ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് സൈഡ് സ്ലീവിൻ്റെ എൻഡിൽ ഈ ബോർഡറും കൂടി ആയിട്ടാണ് വരിക. നമുക്കിത് വാഷ് ചെയ്യുന്നതിനൊന്നും പ്രോബ്ലം ഇല്ലാത്തൊരു മെറ്റീരിയൽ, നമുക്ക് റഫ്യൂസ് ചെയ്യുന്നതിനും പ്രോബ്ലം ഇല്ല. റേറ്റ് വരുന്നത് 2199. ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിലാണ് ഇതിൻ്റെ ക്രോസ് സ്റ്റിച്ച് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ആ ഫുള്ളായിട്ടും വരിക. ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് തന്നെ ഇവിടെയും ആ ക്രോസ് സ്റ്റിച്ചും അതുപോലെ ആ ബോർഡറും വരുന്നു. ഇങ്ങനെയാണ് വരിക പല്ലു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2199. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഈ ക്രോസ് സ്റ്റിച്ച് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഫുള്ളായിട്ടും വരിക. സൈഡിൽ ആ ബോർഡറും വരുന്നു. ടിഷ്യൂ മെറ്റീരിയലിലാണ് ഇത് ഫുള്ള് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഹാഫായിട്ട് വരുന്നത്. ബോർഡർ വരുന്നു. അതുപോലെ ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കും അതിനോട് അനുബന്ധിച്ച് തന്നെ ആ ക്രോസ് സ്റ്റിച്ച് വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ബോർഡറും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2199. അപ്പോൾ ഞാൻ ഈ ഗോൾഡൻ ടിഷ്യൂവിൻ്റെ 3 മോഡലിലാട്ടോ കാണിച്ചിരിക്കുന്നത്, 3 റേറ്റിൻ്റെയും. അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ച് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.